അല്ല ഈ അഭിലാഷന് ഇടയ്ക്കിടയ്ക്ക് എരിക്കിട്ടൊന്ന് കുത്തുന്നുണ്ട് വലിയ ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും സജി നന്ദിയായിട്ട് എന്തെങ്കിലും ആശങ്കയുണ്ടോ നിങ്ങളുടെ വർത്തമാനം കേട്ടാൽ മലയാള സിനിമയിലെ അല്ലല്ല പറയട്ടെ അല്ല അഭിലാഷ പറയട്ടെ. അഭിലാഷ് ഈ മലയാള സിനിമയിലെ സംഘടനകൾ എന്നൊക്കെ പറയുന്ന എല്ലാ സംഘടനകളും ഇരിക്കുന്നത് സിനിമയുടെ നന്മയ്ക്ക് വേണ്ടി അതിനെ ബിസിനസ്സായി കണ്ടുകൊണ്ടാണ്. അല്ലാതെ തോന്നിവാസിന് കൂട്ടു നിൽക്കുന്ന ഒരു സംഘടനയും ഇല്ല. വ്യക്തികളൊക്കെ ചെയ്യുന്നതിന് മുഴുവൻ സംഘടന പാപവാറ് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അഭിലാഷ് ഒരു ചെറിയ കുഞ്ഞായ്മ വരാറുണ്ട്. നമ്മുടെ ആശാ ഉണ്ണിത്താൻ കഴിഞ്ഞ ചർച്ചയിൽ പോലെ ദിലീപിട്ടൊന്ന് കൊട്ടിയേച്ച് പോയി. ആ പോയ വഴിക്ക് ഒരു ഒറ്റയടി. ഏതാ ചർച്ച വേറെയാ. ബന്ധമില്ല. അല്ലല്ല ഞാൻ പറയട്ടെ, ഈ ആശങ്ക എന്ന് പറയുന്ന സംഘടനകൾക്ക് എന്താണ്? മലയാള സിനിമ എത്രയോ സംഘടനകളുണ്ട്. ഈ സംഘടനകൾക്കൊന്നും ഒരേ ആശങ്കയില്ല. തെറ്റ് ചെയ്ത ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് ആശങ്ക കാണുമെന്ന്. അതിന് ആർക്ക് ഛേദം? ഇവിടുത്തെ അതല്ലല്ലോ പ്രശ്നം. ഇവിടെ SITയെ ഏൽപ്പിക്കാൻ ഹൈക്കോടതി പറഞ്ഞു, ബഹുമാനപ്പെട്ട ഹൈക്കോടതി. ഞാൻ അതിനെ വ്യക്തിപരമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം എന്താണെന്നറിയോ? ഇതിനകത്ത് ഞാൻ പറഞ്ഞൊരു ആരോപണമാണ് ആദ്യം മുതൽ. അഭിലാഷ് ശ്രദ്ധിച്ച് കാണും. ഈ ഹേമ കമ്മിറ്റിയിലേക്ക് 62 പേരോ 55 പേരോ വന്നിട്ടുണ്ട്. ഇതിൽ ഭൂരിപക്ഷം ആൾക്കാരും സ്വമേധയ വന്നവരാണ്. കുറച്ച് പേരെ ചിലർ, അവിടെയാണ് ഞാൻ പറയുന്നത്, ചിലർ എന്നുള്ളത് ഞാൻ അപ്പോസ്ട്രോഫി ഇതിലിടുകയാണ്, ഇൻവേർട്ടഡ് കോമയിൽ ഇടുകയാണ്. ആ ചിലരെ പറഞ്ഞു വിട്ടിട്ട് എന്നാ ഒന്ന് നാറ്റിച്ചേക്കാം സിനിമയെ എന്നോർത്തോണ്ട് മനഃപൂർവ്വം ഒരു പണിയുമില്ല നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു പ്രശ്നം, ഞാൻ ഉള്ളത് തുറന്നു പറയുന്നുണ്ട്. എനിക്ക് ആൾക്കാർ വേണ്ടി സൈഡ് ചെയ്യത്തില്ല. എനിക്ക് ആ സൈഡൊന്നും വേണം. ഞാൻ ഇലക്ഷനൊന്നും മത്സരിക്കുന്നില്ല, പഞ്ചായത്ത് പോലും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഉള്ളതുപോലെ പറഞ്ഞേക്കാം, ചെറിയ ജീവിതമല്ല ഉള്ളൂ. അവിടെ ഈ ചില ആൾക്കാർ സിനിമ അങ്ങ് മൊത്തം നശിപ്പിച്ചേക്കാന്ന് ഓർത്ത് ഉണ്ടല്ലോ, ഫ്രസ്ട്രേഷൻ കൊണ്ടാവാം, കുശുമോണ്ടായിരിക്കാം. എനിക്ക് മമ്മൂട്ടിയെ പോലെ ആകാൻ പറ്റുന്നില്ല, എനിക്ക് മോഹൻലാലിനെ പോലെ ആകാൻ പറ്റുന്നില്ല, എനിക്ക് മഞ്ജു വാര്യരെ പോലെ ആകാൻ പറ്റുന്നില്ല എന്നോർത്ത് എന്നാ ഒരു പണി കൊടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞ്, അത് ഹേമ കമ്മിറ്റിയുടെ കുറ്റമല്ല കേട്ടോ, അത് ഞാൻ പറഞ്ഞേക്കാം. അവിടെ വന്ന്, കാരണം ഹേമ കമ്മിറ്റി ബഹുമാനപ്പെട്ട ജസ്റ്റിസിന് അറിയില്ല ഇതിൽ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആരൊക്കെയെന്ന്. അപ്പോൾ ശാരദ എന്ന് പറഞ്ഞ പഴയ നടിയുണ്ട്, അവർക്ക് പഴയ ആൾക്കാരെ അറിയത്തുള്ളൂ. പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരെ എല്ലാവരും അറിയണമെന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. അപ്പോൾ ഇതെല്ലാം നെല്ലും പതിനും വേർതിരിക്കും. ഒരു കാര്യം ഉറപ്പായ SIT തെളിവ് സഹിതം വരുമ്പോൾ ഇതിൽ കുറെ വ്യാജ പരാതി വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ അനുമാനം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അനുമാനമാണ്, ഞങ്ങൾ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ചില കള്ളന്മാർ പിടിക്കപ്പെടും, ചിലത് യാഥാർത്ഥ്യമുള്ളതാകട്ടോ, ഇല്ലെന്നൊന്നും പറഞ്ഞില്ല. പിന്നെ മുഖ്യധാരയിലുള്ളവരാരും ഇതിനകത്ത് പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയും കാലം തെളിയിക്കട്ടെ. നാളുകളിൽ SIT ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മൂടി വെച്ചതും പേര് മാറ്റുന്നതൊക്കെ ഉൾപ്പെടെ അവർ അന്വേഷിക്കുമ്പോൾ നമുക്ക് ബാക്കി കാര്യം പറയാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഹാപ്പിയാണ്, പത്രക്കാർക്ക് ഹാപ്പിയാണ്. കാരണം എന്താ, എങ്ങനെ ഓണം കഴിച്ചു കൂട്ടണം. നിങ്ങളുടെ ധാർമ്മികതയെ കുറിച്ചൊക്കെ ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞു. ഈ ധാർമ്മികത ഒന്നുമല്ല, നിങ്ങൾക്ക് ഫോർത്ത് സ്റ്റേറ്റ് ആണ്, ജനാധിപത്യം, അതൊക്കെ സംബന്ധിച്ചു. പക്ഷെ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ്? കുറച്ച് ബിസിനസ് അതിനകത്തുണ്ടല്ലോ. ഇതിലിപ്പോ എന്താണ് ബിസിനസ്? ഇതിലെന്താണ് ബിസിനസ് എന്ന് മാത്രമല്ല, ഈ വിഷയങ്ങളൊക്കെ ടെലിവിഷനിൽ ചർച്ച ചെയ്താൽ അധികം താങ്കൾ ഉദ്ദേശിക്കുന്നതിന് റേറ്റിംഗിന്റെയോ മറ്റോ കാര്യമാണെങ്കിൽ അതിന്റെ കണക്ക് പരിശോധിച്ചാൽ തന്നെ അറിയാം. കാര്യമായിട്ടൊന്നുമില്ല. സിനിമ നശിച്ചാൽ ഇപ്പോ നമുക്കെന്താണ്? ഈ ലോകത്തുള്ള കാര്യങ്ങളൊന്നും നശിക്കരുത്, എല്ലാം കറക്റ്റ് ചെയ്യപ്പെടട്ടെ, എല്ലാം നല്ലതാവട്ടെ എന്നുള്ളതല്ലേ പാളിച്ചകൾ. താങ്കൾ തന്നെ പറഞ്ഞു കുത്തുകൾ ഇല്ലാതാവണം, കുത്തുകളൊക്കെ ഇല്ലാതായി മലയാള സിനിമ ശുദ്ധീകരിക്കപ്പെടട്ടെ. സിനിമയൊക്കെ നമ്മളും കാണുന്നവരല്ലേ. ഈ ഇൻഡസ്ട്രി, എല്ലാ ഇൻഡസ്ട്രിയും നിലനിൽക്കണം. ഈ ഇൻഡസ്ട്രി മാത്രമല്ല കേരളം ഇപ്പോൾ കൂടുതൽ വ്യവസായ സൗഹൃദമാണെന്നല്ലേ പറയുന്നത്. അപ്പൊ പിന്നെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് പോകണം എന്നുള്ളതേ ഉള്ളൂ. കറക്ഷൻ എന്നുള്ളത് അനിവാര്യമായിട്ടൊരു കാര്യമാണ്.